ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻ്റർപ്രണറിയൽ ഗ്രോത്ത്. ഒരു വ്യക്തിയുടെ എൻ്റർപ്രണറിയൽ ആയിട്ടുള്ള ടാലൻസ് അതിൻ്റെ വളർച്ചയ്ക്ക് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയിലെ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ആൾക്കാരെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒരു മോട്ടിവേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ മോട്ടിവേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാവാം, ചില മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാവാം. അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി എൻ്റർപ്രണറായി തീരുന്നത്. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 5 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ 3 ഫാക്ടേഴ്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അടുത്ത 2 ഫാക്ടേഴ്സ് അടുത്ത ദിവസം പഠിക്കാം. ഈ 3 ഫാക്ടേഴ്സിനും സബ് പോയിന്റ്സ് ഉണ്ട്. ഇത് മൊത്തം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ ഈസ് സൈക്കോളജിക്കൽ ഫാക്ടർ. സൈക്കോളജിക്കൽ ഫാക്ടറിനെ നമ്മൾ വീണ്ടും 5 ഭാഗമായി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ നമ്മൾ വീണ്ടും 4 ഭാഗമായി തിരിക്കുന്നു. നീഡ് ഫോർ അച്ചീവ്മെന്റ്, പേഴ്സണൽ മോട്ടീവ് ഓർ എക്സ്പ്ലനേഷൻ, റെക്കഗ്നീഷൻ, നീഡ് ഫോർ അതോറിറ്റി. നീഡ് ഫോർ അച്ചീവ്മെന്റ് അതായത് ഒരു സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചു, അതിൽ നിന്ന് വരുന്ന ലാഭമായാലും നഷ്ടമായാലും നമ്മൾ നേടിയെടുക്കാൻ തീരുമാനിച്ചു. നമുക്ക് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, ജീവിതത്തിൽ നല്ലൊരു നിലയിൽ എത്തണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു. അപ്പം അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. എന്തൊരു കാര്യം നേടിയെടുക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ഡ്രൈവ് നമ്മുടെ മനസ്സിലുണ്ടായാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എനിക്കിത് പാസ്സാവണം, എനിക്ക് ഇത്രയും ഗ്രേഡ് വാങ്ങിക്കണം എന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇടയിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. അപ്പോൾ ഇത് നേടിയെടുക്കാനുള്ള ഒരു ആവേശം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും നമുക്ക് പ്രതിസന്ധികൾ നീക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നു പേഴ്സണൽ മോട്ടീവ് ഓർ എക്സ്പ്ലനേഷൻ. ഇനി പേഴ്സണൽ മോട്ടീവ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാൾ പറഞ്ഞ് തുടങ്ങുക, ബിസിനസ് ലാഭമുണ്ടാവും എന്നൊക്കെ പറയുന്നതിനേക്കാൾ സ്വന്തമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ വളരെ പ്രധാനമാണ് അതിൽ. അപ്പോൾ ദീസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി one of the crucial factors responsible for entrepreneurship among individuals. Right from childhood, Bill Gates had a strong motive to start a software development and become rich. അപ്പോൾ ഇവിടെ ഒരു ബിൽ ഗേറ്റിനെ കുറിച്ചിട്ടാണ് ഉദാഹരണം പറയുന്നത്. അദ്ദേഹത്തിന് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങണമെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആ രീതിയിൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ എന്തിലേക്കെങ്കിലും ഒരു സ്ട്രോങ് ഡ്രൈവ്, മോട്ടിവേഷൻ ഉണ്ടാവുമ്പോൾ തീർച്ചയായും നമ്മളത് വിജയം കൈവരിക്കും. ഇതൊന്ന് എന്തെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. രണ്ടാമത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാകുമ്പോഴാണ് അല്ലേ. രണ്ടാമത്തത് റെക്കഗ്നീഷൻ, തിരിച്ചറിയാനുള്ള കഴിവ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനും സ്വയം തിരിച്ചറിവ് ഉണ്ടായി പ്രവർത്തിക്കാനും സാധിക്കുന്നത് ഏറ്റവും വലിയൊരു അറിവാണ്. ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നമുക്ക് സ്വയം ഉണ്ടായി ഒരു കാര്യം നേടിയെടുക്കാനുള്ള ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പം ഇതൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിൽ വരുന്നതാണ്. നീഡ് ഫോർ അതോറിറ്റി. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയാൽ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ മാനേജറായി അല്ലെങ്കിൽ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ എല്ലാമായി എനിക്ക് കീഴിൽ കുറേ ആൾക്കാർ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അതോറിറ്റി, ഒരു അധികാരം നേടിയെടുക്കണം, വളരണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സംസ്കാരം എങ്ങനെ ഉണ്ടാവുന്നതാണ്? നിങ്ങളൊരു ഫാമിലിയിലെ മെമ്പർഷിപ്പ് ഉണ്ടാവുമ്പോൾ ആ ഫാമിലിയിലെ അച്ഛൻ്റെയും അമ്മയുടെയും അവിടുത്തെ ഗ്രാൻഡ് പാരൻസിൻ്റെയും ഒക്കെ ഒരു സംസ്കാരം നമുക്ക് വരും.
ഓട്ടോമാറ്റിക്കലി വരും. എന്നാൽ അതിൽ എക്സ്ട്രീം കേസ് ഉണ്ട്, അതിൽ തീരെ മോശമായിട്ടുള്ളവരുണ്ട്, അതിനേക്കാൾ നന്നായി വരുന്നവരുണ്ട്. എന്നാൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യവും, നമ്മുടെ ഇടപഴകലുകളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. എന്നാലും അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് തന്നെ പറയുന്നില്ല. എന്നാലും അത് നമ്മുടെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ കൾച്ചർ റിലീജിയസ് ബിലീഫ്, അവർ ഏത് മതവിശ്വാസിയാണെങ്കിൽ ആ മതവിശ്വാസത്തിനോടനുബന്ധിച്ച് അവർ പാലിക്കുന്നതും ശീലിക്കുന്നതുമായ ചില ചിട്ടകളും ചടങ്ങുകളും ജീവിത രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും, ഇല്ലേ? മൈനോറിറ്റി ഗ്രൂപ്പ്, ഇവിടെ ഗവൺമെന്റ് കുറച്ച് മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമൂഹത്തിൽ കുറച്ച് താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പല ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഘടകമാണ്. സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. Spirit of capitalism is the guiding factor which guides the entrepreneur to engage in activities that can bring more and more profit. ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്റർപ്രണേഴ്സിന്റെ മനസ്സിൽ വരും. ദ പ്രോഫിറ്റ് മോട്ടീവ് ക്യാരക്ടർ കപ്പിൾഡ് വിത്ത് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് എക്വിസിഷൻ ഓഫ് മണി urge the individual to start a new venture. അപ്പോൾ ഇങ്ങനെ പണം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹവും സമൂഹത്തിലെ നല്ലൊരു ജീവിത നിലവാരം നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയും കൂടി വരുമ്പോൾ അതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് കാരണമാകുന്നു. നെക്സ്റ്റ് പറയുന്നു സോഷ്യൽ ഫാക്ടേഴ്സ്. ഈ ഫാക്ടറും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർത്താണ്. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് പറയാം. അടുത്തത് സോഷ്യൽ ഫാക്ടർ. സോഷ്യൽ ഫാക്ടേഴ്സിലെ പ്രധാനമായിട്ട് വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലെജിറ്റിമസി ഓഫ് എന്റർപ്രണർഷിപ്പ് ആണ്. സം സ്കോളേഴ്സ് ഓഫ് the view that the system, norms and values within a socio-cultural setting is responsible for the emergence of entrepreneurship. This is known as legitimacy of entrepreneurship because these scholars argue that degree of approval or disapproval granted to the entrepreneurial behavior will influence its emergence and characteristics of it എമർജസ്. അതായത് നമ്മൾ ഒരു സൊസൈറ്റിയിലെ, നമ്മളൊരു സോഷ്യോ കൾച്ചറൽ, നമ്മളൊരു സൊസൈറ്റിയിൽ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ചിന്താഗതികൾ വളരുന്നതിന് സഹായിക്കുന്നു. പിന്നെ നെക്സ്റ്റ് പറയുന്നു സോഷ്യൽ മാർജിനാലിറ്റി. The scholars argue that social marginality promote entrepreneurship. They believe that individual or group of them on the perimeter of a give social system or between two social systems provide a personal esteem the entrepreneurship role. They may draw religious, cultural, ethnic. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ മാർജിനാലിറ്റി ഉണ്ടാകുമ്പോൾ അത് എന്റർപ്രണർഷിപ്പിന്റെ ഗ്രോത്തിന് സഹായകമാകുന്നു. അതുപോലെ തന്നെ ഫാമിലി, റോൾ മോഡൽസ്, അസോസിയേഷൻ വിത്ത് സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എക്സെട്ര. നമ്മൾ നിലകൊള്ളുന്ന ഫാമിലി, നമ്മുടെ റോൾ മോഡലായിട്ട് നമ്മൾ കരുതുന്ന ആൾക്കാർ, നമ്മൾ പ്രവർത്തിക്കുന്ന അസോസിയേഷൻസ് ഒക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ബിസിനസ്സിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്റർപ്രണറിയൽ ടാലൻറ്റ് കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും കാരണമാകും. കാസ്റ്റ് സിസ്റ്റം, ഒക്യുപ്പേഷൻ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. ഒരു വ്യക്തിക്ക് ലഭിച്ച എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. അയാൾക്കുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ്റെ ഫലമായിട്ട് അദ്ദേഹം ടെക്നിക്കലായിട്ടുള്ള പല മേഖലകളിലും ചിന്തിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഒരു സൊസൈറ്റിയിലെ ഒരു എന്റർപ്രണർക്കുള്ള സ്റ്റാറ്റസ് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് നല്ലതാണ് മോശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് വരാനും ബിസിനസ് തുടങ്ങാതിരിക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ സാധാരണ ഒരു വൈറ്റ് കോളർ ജോബായ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലികളെക്കാൾ മോശമാണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ വരാതിരിക്കും. എന്നാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ എനിക്കതിനുള്ള കഴിവുണ്ട്, എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, ലാഭമുണ്ടാക്കാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിൽ ഒരു ബിസിനസ് തുടങ്ങുന്നത് കൊണ്ട് എന്താണ് സമൂഹം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം, ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നു. ഇത്രയും 3 ഫാക്ടേഴ്സാണ് നമ്മൾ സൈക്കോളജി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്റർപ്രണറിയൽ ഗ്രോത്തിൽ പറയുന്നത്. 2 പോയിന്റ്സ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.